മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 18. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ ആഭ്യന്തര സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയം മുറിവേറ്റ പടയാളികളെ ചികിത്സിക്കുന്ന ഒരാശുപത്രി അവിടെ ഉണ്ടായിരുന്നു. കഠിനവേദനയാൽ പുളയുമ്പോഴും ആ മുഖത്ത് നിറഞ്ഞു നിന്ന സ്നേഹം എല്ലാവരെയും ആകർഷിച്ചു. ആ പോരാളിയുടെ അടുത്തേക്കൊരു യുവ നേതാവ് കടന്നു വന്നു. ആർക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. യുവാവ് മുറിവേറ്റ പടയാളിയുടെ സമീപത്തിരുന്ന് അനുകർദ്ദമായി സംസാരിച്ചു. സ്നേഹിത, പറയൂ, ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഹൃദയസ്പർശിയായ വാക്കുകളിൽ പോരാളി പ്രത്യാശ ഉണർത്തി. വിടർന്ന കണ്ണുകളോടെ തന്റെ മുമ്പിലിരിക്കുന്ന ശാന്തനായ യുവാവിന്റെ മുഖത്തേക്ക് അയാൾ ഉറ്റുനോക്കി. ആഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു, എന്റെ അമ്മയ്ക്കൊരു എഴുത്തെഴുതി തന്നാൽ ഉപകാരമായിരുന്നു. നിശ്ചയമായും പറയൂ, ഞാൻ എന്താണ് എഴുതേണ്ടത്? യുവാവ് ഉടനെ തന്നെ പേപ്പറും പേനയും എടുത്ത് തയ്യാറായി. പടയാളിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു തിളക്കം. അവന്റെ മനസ്സ് മൈലുകൾക്കപ്പുറം തന്നെ കാത്തിരിക്കുന്ന ചെറിയ വീടിന്റെ മുറ്റത്തെത്തി. അയാൾ സാവധാനം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ എന്റെ ജോലിക്കിടയിൽ മാരകമായി മുറിവേറ്റു മരണശയ്യയിലാണ്. മരണത്തെ എനിക്കിപ്പോൾ വളരെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ ജ്യേഷ്ഠൻ ജോണിക്കും സഹോദരി മേരിക്കും എന്റെ ചുംബനങ്ങൾ. അവസാനത്തെ വാക്കുകൾ കുറിക്കുമ്പോൾ യുവാവിന്റെ കരങ്ങൾ വിറച്ചു. നിറഞ്ഞു തുളുമ്പിയ തന്റെ കണ്ണുകൾ പടയാളി കാണാതിരിക്കുവാൻ ഒരു വശത്തേക്ക് ചാഞ്ഞിരുന്ന യുവാവ് ഒടുവിൽ ഇത്രയും കൂടെ എഴുതി ചേർത്തു, അമ്മേ, ഈ കത്ത് നിങ്ങളുടെ മകന് വേണ്ടി എഴുതിയത് ഞാനാണ്. തന്റെ പേരെഴുതി അയാൾ ഒപ്പിട്ടു. ആ കത്തൊന്നുകൂടെ വായിക്കാൻ വേണ്ടി തിരികെ വാങ്ങിയ പടയാളി ആശ്ചര്യഭരിതനായി. അതിന്റെ ഒടുവിൽ കുറിച്ച പേരയാളെ നടുക്കി. സ്നേഹമൂറുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയ പടയാളി യുവാവിന്റെ കരങ്ങൾ തന്റെ ഹൃദയത്തോട് ചേർത്തമർത്തി. അവാച്യമായ ആനന്ദാനുഭൂതിയിൽ സ്വയം മറന്നുപോയ യോദ്ധാവ് തുടർന്നു, ഞാൻ മരണ ജോർദാൻ നീന്തുന്നു. അക്കരെ എത്തുന്നതുവരെ അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം. പിന്നെ എനിക്കെന്റെ നാഥനുണ്ട്. അത് പറഞ്ഞയാൾ സന്തോഷത്തോടെ മരിച്ചു. പടയാളിയെ ശുശ്രൂഷിച്ച യുവാവ് മറ്റാരുമല്ലായിരുന്നു, അമേരിക്ക കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായ മഹാനായ മനുഷ്യസ്നേഹി എബ്രഹാം ലിങ്കൺ ആയിരുന്നു ആ യുവ നേതാവ്. റിച്ചാർഡ് പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അതാണ് നിന്റെ ജീവിതത്തിൽ വിജയമായി മാറും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും.